അപ്പം ഇന്നലെ നമ്മളൊരു ചെറിയ നൈസായിട്ടൊരു പ്രാങ്ക് ചെയ്തായിരുന്നു. അതിൽ ചീറ്റിപ്പോയി. എനിക്ക് എന്താ പറയുക, എന്തായാലും കയ്യോടെ സേവ് പിടിച്ച്, അതാണ് ഉണ്ടായത്. അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചൊരു ഒരുപാട് പേര് 2-3 ദിവസമായിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈബ എന്നെ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെ സൈബ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു കൊടുക്കുക. ഇതാ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ട് ഇവിടെ. ശരിക്കും ആക്ച്വലി സൈബ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാനായിട്ടില്ല. സൈബ ആകെ ഈ ഐബ്രോ മാത്രമേ ഇടുള്ളൂ. ആ സാധനം മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ. അപ്പൊ മേക്കപ്പ് സെറ്റ് ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ 2 ദിവസം വിചാരിച്ചത് എങ്ങനെ എനിക്ക് മേക്കപ്പ് ഇടുന്നത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള എത്താത്തനോട് ചോദിച്ചപ്പോൾ എത്താത്ത അവരിങ്ങോട്ട് പറയാൻ നിൽക്കുന്നു അല്ലേ. അപ്പം അവരെന്തൊക്കെയോ അവർ യൂസ് ചെയ്തിരുന്ന ഒരു മേക്കപ്പ് സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ജസിത്താത്തനോട് താങ്ക്സ് പറയാണ് നമ്മൾ ആദ്യം തന്നെ. പിന്നെ അതേപോലെ തന്നെ ഒരു കണ്ണെഴുതുന്ന സാധനം, ഒരു പൗഡർ. ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. എന്നെ മാത്രല്ല റാഷിനും ചെയ്യുന്നുണ്ട്. സൈബാണ് നമുക്ക് മേക്കപ്പ് ഇട്ട് തരാൻ പോകുന്നത്, നമ്മളെ പെണ്ണാക്കാൻ പോകുന്നത്. ഇതൊക്കെ മുടിയൊക്കെ കെട്ടി തന്നിട്ടാണ് സൈബ ചെയ്യാൻ പോകുന്നത്. അപ്പം സൈബന്റെ കലാവിരുന്ന് നമുക്ക് എന്തായാലും ഇന്ന് കാണാം. എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഇരുന്ന് കാണാം. മുടി കെട്ടിയായിരുന്നു അറിയോ ഇമ്മച്ചു. ഞാൻ 2 വർഷം കെട്ടി, ഇമ്മച്ചു 1 വർഷം കെട്ടി. എന്തായാലും കഷ്ടം. ഞാൻ പറഞ്ഞാല് ഇങ്ങനെ ഓടി കളിക്കാം, അങ്ങോട്ട് ഓടി കളിക്കാം, എങ്ങനെ എന്താ ചെയ്യാ. ഓക്കെ, അപ്പൊ നമ്മളത് തുടങ്ങിയാലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. റാഷിന്റെ ഉണ്ട്. ആദ്യം എന്ത് ചെയ്യാല്ലേ, എന്താ എല്ലാരും ചെയ്തിരുന്നത്? ഇതൊക്കെ വാർബിയാണ്. വിചാരിക്കണ്ട, വാർബിന്റെ ഉള്ളിലൊക്കെ ഞാൻ കയറി നടക്കലുണ്ട്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെ വാർബിന്റെ ഉള്ളിൽ കയറി നടക്കാൻ. അതിന്റെ സ്പോഞ്ചൊക്കെ പോയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി വലിയ വാർബിയാണ്. വെയിലിന്റെ ഉള്ളിൽ കയറി നടക്കാൻ പറ്റുള്ളൂ. എന്താ അറിയാ, ഞാൻ വലിയ കുട്ടിയിൽ പോകുമ്പോ ചെറിയ ഈ ചെറിയ ഇവള് ഈ ബാർബിന്റെ കാര്യം എന്തിനാ ഇതിൽ പറയേണ്ട ആവശ്യം? എന്നെ മേക്കപ്പ് ചെയ്യുന്ന കാര്യമാണെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പിന്നെ നമ്മൾ ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. സൈബക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതിന് താഴത്ത് എന്തോ സാധനമുണ്ട്. ഓക്കെ, കുറച്ച് ഇവര് എന്തോ ഒരു പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ചില ഭാഗങ്ങളില്ല, എന്തായാലും ഉള്ള ഭാഗം കൊണ്ട് ഹാപ്പിയാണ് നമ്മൾ. ഈ ലോക്ക്ഡൌണിൽ എവിടുന്ന് മേക്കപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാ, മേക്കപ്പ് സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പം സൈബ തുടങ്ങിയല്ലേ. ഇത് മുഖത്ത് അവൾക്ക് പറഞ്ഞു കൊടുക്കണം കുറച്ചൊക്കെ കാര്യം. ഇത് അവള് ചെയ്തിട്ട് തന്നെ ഇല്ല, ഇത് മുഖത്ത് ഇടുന്ന സാധനം. സൈബ തുടങ്ങിക്കോ. ഇച്ചനെ സുന്ദരിയാക്കി തരണേ. പെട്ടെന്ന് പെട്ടെന്ന് ദൈവത്തിന്റെ ആളായോ. ചെയ്യേ, ഇനി ആക്കിക്കൊണ്ട എല്ലാ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യും. നോക്കട്ടെ കുറച്ച്. ഇനി സ്ഥലം ഉണ്ടല്ലോ സൈബ, ഇവിടെയൊക്കെ സൈബ സ്ഥലം ഉണ്ടല്ലോ. കാക്ക് ലിസ്റ്റിക് ഒക്കെ ഡാറ്റാ ഉണ്ട് ഇഞ്ഞോട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ സജഷൻ ആയിട്ട് പോവുള്ളൂ. സോ ഈ ഒരു സംഭവം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം. അങ്ങനെ ഓർമ്മിച്ചപ്പോ ഞാനിങ്ങനെ പെണ്ണാക്കാന്ന് വിചാരിച്ചതാണ്. അപ്പൊ അങ്ങനെ എന്താ ലിസ്റ്റിക്കാണ്. ഇനി മുഖത്ത് ഇപ്പുറത്തൊക്കെ ഇടാണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡിലൊക്കെ. എന്നോടൊരു പണിയായി. ഇപ്പുറത്തെ സൈഡ്
നല്ലോണം ഇട്ട് കൊടുക്ക്, ഇവിടേക്കൊക്കെ ഇട്ട് കൊടുക്ക്. ആ കണ്ണിൻ്റെ താഴത്തൊക്കെ ഇട്ടു. ആ കളർ ചേഞ്ചിങ് ആയിക്കോട്ടെ, വേണ്ട കൊടുക്ക്. ഇനി ആ ചുവപ്പ് കളറ് എന്നിട്ട് കണ്ടിട്ട് കവളും ഇട്ട് കൊടുക്കും. ചുവപ്പ് കളറില്ലേ ഇതില്? അതല്ല ഇത് ചുവപ്പ് കളർ, അതിൻ്റെ അപ്പുറത്തുള്ള ആ കവളിലിട്ട് കൊടുക്കും. നല്ലോണം ഇങ്ങനെ വരത്തി കൊടുക്കിട്ടിട്ട് ആക്ക്, ഇങ്ങനെ ആക്ക്. അതേമാതിരി അപ്പുറത്തും ആക്കി കൊടുക്കും. പേടിക്കൂല, ചിലപ്പോ പേടിക്കേണ്ടി വരും. ആ കേട്ടോ ഞാൻ നെറ്റിമേല് വെള്ളം തന്നെ ഇട്ട് കൊടുക്കും. വെള്ളം മുകളിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് നെറ്റിമേല് നല്ല ഇട്ട് കൊടുക്കും. ആദ്യം ഇട്ടേതിനി കളർ ചേഞ്ച് ആവണ്ടേ? ഇതിലേക്ക് നോക്കണ അവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ദീപ നെറ്റിമ ഇങ്ങനെ ആക്കി. പിന്നെ പെണ്ണുങ്ങൾക്ക് മുടി ഉണ്ടാവില്ലേ? ഇതാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് വെക്കണം, ഒന്ന് കൊടുക്കട്ടെ, സന്തോഷമാവല്ലോ. കൊടുത്താലേ അത് സന്തോഷമാവും. ഇതൊക്കെ അറിയാം എനിക്ക്. എന്റെ ഫ്രണ്ട്സ് പഠിപ്പിച്ചതല്ലേ. പിന്നെ ആക്കല്ലേ, ഞാൻ പറയുമ്പോ ആക്കിയാ മതിയേ. ഓക്കെ ഞാൻ അപ്പുറത്തെ കണ്ടില്ല. ഇനി പിരികത്തിന് എനിക്ക് ഇത്തിരി വാലുണ്ടായിക്കോട്ടെ, ഇവിടേക്ക് വാലുണ്ടായിക്കോട്ടെ. പുറത്തേക്ക് ഭംഗി ഞാനാവാനുള്ളതല്ലേ. ഓക്കെ ഇങ്ങനെ ഒരു അനിയത്തി ഉണ്ടായാലും ഭാഗ്യം ചെയ്യണം കേട്ടോ. കണ്ണിന്റെ മുകളിൽ ശരിക്കും സുന്ദരിയാണ് കേട്ടോ റാഷിനെക്കാട്ടും. നല്ല സുന്ദരി. അങ്ങോട്ട് നോക്കിയാ കണ്ടുമുട്ടിയ നോക്കട്ടെ. ആഹാ മുടുക്കനായല്ല, കണ്ണില് ഈ കളർ വ്യത്യസ്ത കളറൊക്കെ ആക്കിക്കോ സീബ. ഈ കളറൊക്കെ
ഈ കളർ ഇട്ടോ ഇതാ ഇനി മുടി കെട്ടണേ ഇനി മുടി കെട്ടാനായോ അതെ പൗഡർ ഇട്ടില്ലല്ലോ പൗഡർ ഇടണ്ട എന്റെ മുടി അത്ര ഒന്നും ഇല്ല റാഷിൻ്റെതാണ് അത്ര ഉള്ളത് സാവധാനം അതിലേക്ക് നോക്കിക്കടാ ബാർബിയാണ് ആക്കണേ ആ ബാർബി ഇതിന്റെ പോലെ തന്നെ ൊക്കെ ഞാൻ കെട്ടുന്നു ഇവിടെ ഉണ്ട് കെട്ടണ അതുമതി അവിടെ അപ്പുറത്ത് ചെറുതാ ചീച്ചോ ഇതുപോലെ എനിക്കും കെട്ടിട്ടോ റാഷിയ മുറുക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് പ്രശ്നയ്യ ഓൻക്കാട്ടോ കൂടുതൽ മുടി റാഷി നമ്മളെ ബ്രദറാ അപ്പൊ ഞാനോ ചെറിയ ബ്രദർ ഇതും ബ്രദർ തന്നെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ മേക്കപ്പ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ആക്കണേ ചെലപ്പോ അഞ്ഞോടും കഴിഞ്ഞില്ലേ ഇത് ഇനി എന്തെയുണ്ടോ ഇതൊക്കെ ഏത് ഇത് അതൊക്കെ കണ്ണിന്റെ മുകളിൽ ഇടുന്ന സാധനങ്ങളാണ് ഇനി ഉണ്ടെന്താ കണ്ണിന്റെ മുകളിൽ ശരിക്കും അവിടെ എനിക്ക് വയറുവേദനക്കണോ ഈ പണിയിൽ ഞാനില്ലേ ഇത് ഒച്ചക്ക് ചെയ്താ മതി വയറുവേദന കഴിഞ്ഞ എന്റെ മേക്കപ്പ് കഴിഞ്ഞ എന്റെ മേക്കപ്പ് ഇതാ ഏയ് കഴിഞ്ഞ് അത് മതി ആഹാ മുട്ടുക്കനായല്ലോ ഫോട്ടോ എടുത്തേ റോഷനിട്ട മേക്കപ്പ് ഇട്ട് നല്ല സുന്ദരി റാഷൻ ഇടാനാണ് അപ്പം എന്റെ മേക്കപ്പ് സെഷൻ കഴിഞ്ഞ് നിങ്ങൾ പറയണം കേട്ടോ ഇനി റാഷൻ ഇടാൻ പോവാണ് ആരാണ് കൂടുതൽ സുന്ദരി ആയിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണം ചെയ്യപ്പെട്ടേയില്ല അല്ലേ ശിവ അപ്പൊ എന്തായാലും വീഡിയോ ഫുള്ള് കാണാം അതേപോലെ തന്നെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ റാഷി ഇനി അടുത്തത് റാഷിന്റെ സെഷൻ കമോൺ എനിക്ക് ഇഷ്ടമാതിരി തന്നെ ചെയ്തെടുക്കുക റാഷി ശിവ ശൈബ കൊറേ കഷ്ടപ്പെടും നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു ദിവസം എത്രയാണ് പൈസ 5 ഉറുപ്പ്യ കിട്ടുട്ടോ വെറും 5 രൂപ മാത്രം അല്ലേ റാഷേ ആഹാ സൂപ്പർ റാശി പെട്ട് എന്താ പൽപ്പൊടി ഇതാണ് ഇതെല്ലാം പൊട്ടേക്കാ പോന്നെ എന്റെ മുടിയാണ് കൊറേ അല്ല എനിക്ക് ഞാൻ കൊറേ 2 കൊമ്പ് കെട്ടിയിട്ടുണ്ട് കേട്ടാ എനിക്ക് ഞാൻ കൊറേ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നാ 2 കൊമ്പ് താടാ കൊമ്പ് ഇതിലേക്ക് നോക്കി
ആഹാ മുടുക്കനായല്ലോ റാഷിയെ. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഇതില് ഏത് സുന്ദരി കുട്ടിയാണ് സൈബ നിനക്ക് ഇഷ്ടമായത്? ഇതിനെ അത് ഓക്കെ. ഇനിയപ്പം നിങ്ങളെ അഭിപ്രായം എന്തായാലും നമ്മൾ കമന്റിൽ രേഖപ്പെടുത്തല്ലേ റാഷിയ. പിന്നെ സൈബന്റെ ഇൻസ്റ്റാഗ്രാം പറഞ്ഞു കൊടുക്കുക സൈബ. ഇൻസ്റ്റ റാഷിദ് റോഫ്രൈം റോഷൻസ് വ്ലോഗ്. ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഫോളോ ചെയ്യുക. പിന്നെ അടുത്ത എപ്പിസോഡിൽ ആരാണ് സുന്ദരി എന്ന് നമ്മുടെ ഓഡിയൻസ് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാരെ നമ്മൾ പറയുന്നതായിരിക്കും ആരാണ് വിന്നർ എന്ന് അടുത്ത എപ്പിസോഡിലാട്ടോ കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ നമ്മൾ കമന്റ് വായിക്കുന്നില്ല, കമന്റിന്റെ സെക്ഷൻ അടുത്ത എപ്പിസോഡിൽ വായിക്കാം കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ രേഖപ്പെടുത്താൻ ആരാണ് വിന്നർ, ആരാണ് ഏറ്റവും കൂടുതൽ സുന്ദരി ആയിട്ടുള്ളതെന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ കേട്ടോ മേക്കപ്പ് ഇട്ട ആളെന്നെ പറഞ്ഞല്ലാന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ആരാണ് ഓക്കെ നോക്കാം നമുക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾ കറക്റ്റ് നോക്കില്ലേ? ഹായ് ഹലോ ഹായ് ഹായ് ഹായ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓൾ എന്നുള്ള ബട്ടൺ അമർത്താം. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എപ്പോഴും കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടണും അമർത്തിയേക്കുക, കമന്റും ചെയ്യുക. ഷെയർ ചെയ്താലേ മറ്റുള്ള ആൾക്കാർക്കും കൂടി കിട്ടുള്ളൂ, നമ്മൾ എടുക്കുന്ന എഫേർട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. തൊടല്ലേ കേടാവും. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ആരാണ് വിന്നർ എന്ന് നമുക്ക് നോക്കാം. അപ്പം അന്ന് സൈബനെ നമ്മളൊന്ന് ഗ്ലാമർ കുട്ടിയാക്കി തരാം. കാരണം ഇതുവരെ ഒരാൾക്ക് പോലും മേക്കപ്പ് ഇട്ട് കൊടുക്കാത്ത നമ്മള് ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടുതരാം. അപ്പൊ സൈബനെ മേക്കപ്പ് ഇടിയിപ്പിക്കുന്ന എപ്പിസോഡ് അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എടുത്തുതരാം. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ.